കയറിയെടുത്ത് പിച്ചാത്തി കൊണ്ട് കയറി പാള ബോന്തിയിട്ട് ഇടമലം പൊട്ടിച്ച് ആണ് എടുക്കുന്നത്. എടുത്ത് ഞങ്ങൾ താഴെ ഇറക്കി കൊടുക്കും. കൊടുത്തു കഴിഞ്ഞ് ബാക്കി ഭാരവാഹികൾ വരും, അവരും കൂടി ഇത് ഞങ്ങൾ അമ്പലങ്ങളിൽ എത്തിച്ചിട്ട് പിന്നെ അന്ന് വൈകിട്ട് തന്നെ വ്യത്യാസമായിട്ട് ഇത് എഴുതുന്ന കോലം എഴുതുന്നു. കോലങ്ങൾ തയ്യാറാക്കുന്നത് പച്ചപ്പാളയിലാണ്. അത് പാളയുടെ ഇരുവശങ്ങളും വെട്ടി മാറ്റിയതിന് ശേഷം ഈ പാള ചെത്തും. അപ്പോൾ ചെത്തുന്നത് ഇതിൻ്റെ പുറം വരുന്ന പച്ചഭാഗമാണ്. ആ പച്ചഭാഗം കത്തി കൊണ്ട് വളരെ ലോലമായ രീതിയിൽ ചീകി മിനുക്കിയിട്ട് ഈ പാളയുടെ കോലത്തിൻ്റെ അല്ലെങ്കിൽ ദേവതാരൂപങ്ങൾ ഏതാണോ അതിൻ്റെ സങ്കല്പം അനുസരിച്ച് ഈ പാളകൾ പല ആകൃതിയിൽ വെട്ടിയെടുത്തിട്ട് അതിൻ്റെ പുറകിൽ പാള കൊണ്ട് തന്നെ പടി വെച്ച് തയ്ച്ച് ബലപ്പെടുത്തിയതിന് ശേഷമാണ് കോലം എഴുതുക. സാധാരണഗതിയിൽ 5 നിറങ്ങളാണ് കോലങ്ങളിൽ ഉപയോഗിക്കുന്നത്. 5 നിറങ്ങളെന്ന് പറയുമ്പോൾ പഞ്ചഭൂത തത്വത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഈ ആകാശം മുതൽ ഭൂമി വരെ നിൽക്കുന്ന ആ 5 ഭൂതങ്ങളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഓരോന്നിനും സിംബോളിക്കായിട്ട് 5 നിറങ്ങൾ കൊടുത്തിട്ട് അങ്ങനെ വരുന്ന 5 നിറങ്ങളെന്ന് പറയുന്നത് 1 പച്ച, വെള്ള, കറുപ്പ്, ചുവപ്പ്, മഞ്ഞ, ഇങ്ങനെ 5 നിറങ്ങളാണ്. ഇതിൽ ഈ പാള ചീകാതെ വരുമ്പോൾ പച്ചപ്പാള ചീകാതെ എടുത്തു കഴിയുമ്പോൾ തന്നെ അതിന് ആ പച്ചയുണ്ട്, അത് സ്വാഭാവികമായിട്ട് തന്നെ കിട്ടുന്ന നിറം, അതങ്ങനെ തന്നെ എടുക്കും. ഇനി വെള്ളയാണ് വേണ്ടതെങ്കിൽ നമ്മളെ പാള ചീകി കഴിയുമ്പോൾ കിട്ടുന്ന വെള്ളയായിട്ട് എടുക്കും. പിന്നെ വരുന്നതെന്ന് പറയുന്നത് 3 നിറങ്ങളാണ്. ആ 3 നിറങ്ങൾ നമ്മൾ പ്രകൃതിയിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കും. ഇപ്പോൾ കറുപ്പിന് മാവില വാട്ടി കരിച്ച് അത് അമ്മിക്കല്ലിൽ അരച്ച് നല്ല പേസ്റ്റ് പരുവത്തിലാക്കി എടുക്കുന്നതാണ് കറുപ്പ്. അതുപോലെ തന്നെ ചുവപ്പിന് ചെങ്കല്ല്, നമ്മുടെ നാട്ടിൽ സുലഭമായിട്ട് കിട്ടുന്ന ചെങ്കല്ല് വെള്ളം തൊട്ട് നനച്ച് അതുപോലെ തന്നെ അമ്മിക്കല്ല് അരച്ച് പേസ്റ്റാക്കി എടുക്കും, അത് ചുവപ്പ്. മഞ്ഞയ്ക്ക് മഞ്ഞളിൻ്റെ വർഗ്ഗത്തിൽപ്പെട്ട ഈ ചണ്ണ എന്ന് പറയുന്ന ഒരു ചെടിയുണ്ട്. അപ്പോൾ അതിൻ്റെ കിഴങ്ങ് പിഴുതെടുത്ത് ചതച്ച് പിഴിഞ്ഞെടുക്കുന്ന നീരാണ് മഞ്ഞ. അപ്പോൾ ഇങ്ങനെ ഈ പറയുന്ന 3 നിറങ്ങളും പാളയുടെ തന്നെ പച്ചയും വെള്ളയും കൂടെ ചേർത്തുള്ള 5 നിറങ്ങളിൽ കോലങ്ങൾ തയ്യാറാക്കുക. പഞ്ചനിറങ്ങൾ പഞ്ചഭൂതതത്വമാണെങ്കിൽ അതേപോലെ തന്നെ പഞ്ചകോലങ്ങളും വരുന്നുണ്ട്. അതിന് ഗണപതി, മറുത, പക്ഷി, യക്ഷി, മാടൻ, ഇങ്ങനെ ഒരു 5 കോലങ്ങൾ പഞ്ചകോലങ്ങളെന്നുള്ള പേരിൽ തന്നെയാണ് പറയുന്നത്. അതുകൂടാതെ അധികമായിട്ട് വരുന്നതാണ് കാലങ്കോലവും അതുപോലെ തന്നെ യക്ഷിയുടെ മറ്റ് അവാന്തര വിഭാഗങ്ങളും ഭൈരവിക്കോലങ്ങളും. ഭൈരവി ഭഗവതിയെ സങ്കല്പിച്ച് തന്നെ നാടിൻ്റെ ദേവതയെ തന്നെ സങ്കല്പിച്ചുണ്ടാക്കിയെടുക്കുന്ന കോലങ്ങളാണ്. ഈ കോലങ്ങളിൽ 2 തരത്തിലുള്ള കോലങ്ങളുണ്ട്. ഒന്ന് മുഖമറയായിട്ട് ഉപയോഗിക്കുന്ന ഒറ്റപ്പാളയിലോ അല്ലെ 1-2 പാളകൾ ചേർത്തോ മുഖം മറച്ച് കെട്ടി ഉണ്ടാക്കുന്ന തുള്ളാൻ പാകത്തിൽ തയ്യാറാക്കുന്ന കോലങ്ങൾ, ഇത് മുഖമറയാണ്. പിന്നെ രണ്ടാമതൊരു വിഭാഗം എന്ന് പറയുന്നത് കിരീടങ്ങളാണ്. ഇപ്പോൾ കാലങ്കോലത്തിൻ്റേത് കിരീടമാണ്. അന്തരയക്ഷി, അതുപോലെ മായയക്ഷി, ഇങ്ങനെ പറയുന്ന യക്ഷി രൂപങ്ങളും കിരീടങ്ങളാണ്. ഇതിലേറ്റവും വലിയ കിരീടമാണ് ഭൈരവി. അതായത് ഈ പ്രകൃതിയുടെ അതേ ആകൃതിയിൽ തന്നെ, ഭൂമിയുടെയൊക്കെ എങ്ങനെയാണോ ആകൃതി, ആ ആകൃതിയിൽ തന്നെ വലുപ്പത്തിൽ 10, 40, 50 മുതൽ 100 വാള വരെയുള്ള എണ്ണങ്ങൾ കൂട്ടിച്ചേർത്ത് തയ്ച്ച് വരച്ച് എഴുതി ചേർത്തുണ്ടാക്കുന്നതാണ് ഭൈരവിക്കോലം. ഈ കോലങ്ങളുടെയൊക്കെ ഒരു തുള്ളൽ സമ്പ്രദായം എന്ന് പറയുന്നത്, കോലം കെട്ടി കളത്തിൽ ഒരാളെത്തി അല്ലെങ്കിൽ ഒന്നിലേറെ വേഷക്കാർ കളത്തിൽ വന്നു കഴിഞ്ഞാൽ അവിടെ പടയണിയുടെ വാദ്യമായ തപ്പിൽ ഗണപതിയും പടികൊട്ടമൊക്കെ കൊട്ടി ആ ചുവടൊക്കെ വെച്ചതിന് ശേഷം പാട്ട് പാടിത്തുള്ളൂ. അപ്പോൾ തുള്ളക്കാരനിൽ ഘടിപ്പിച്ചിരിക്കുന്ന ഈ കോലവും അതുപോലെ തന്നെ നെഞ്ച് മറയ്ക്കാൻ വേണ്ടി നെഞ്ചുമാല അല്ലെ നെഞ്ചാരം, അതുപോലെ ചില കോലങ്ങൾക്ക് അരത്താലിയുണ്ട്, അരയിലുമായിട്ട്. അപ്പോൾ അങ്ങനെ ശരീരവും മുഖവും ഉൾപ്പെടെ ശരീരം മുഴുവൻ മറച്ചിട്ടുള്ള ഒരു സമ്പ്രദായത്തിലാണ് ഈ കോലം തുള്ളുന്നത്. അപ്പോൾ ഈ കോലം കെട്ടി ആടുന്ന ആളിലേക്ക് നമ്മൾ ഏത് ദേവതയ്ക്കാണോ ബലി സമർപ്പിക്കുന്നത് ആ ദേവതയെ നമ്മൾ വിളിച്ചു വരുത്തി ഈ കോലത്തിലേക്ക്, അല്ലെങ്കിൽ നമ്മൾ ഈ പറയുമല്ലോ പ്രതിബിംബം കാണിക്കുക എന്ന് പറയുന്നൊരു സമ്പ്രദായം പണ്ടേയുള്ള ഒരു ആരാധനാക്രമത്തിലൊക്കെ ഉപയോഗിക്കുന്നതാണ്. ഒരു ദേവതയ്ക്ക് അതിൻ്റെ തന്നെ രൂപത്തെ കാണിച്ചു കൊടുക്കുക. അങ്ങനെ പ്രതിബിംബം കാണിച്ച് നീ ഇങ്ങനെയാണ്, അല്ലെ നീ ഇതുപോലെയാണ്, നീ ഇതിൽ വന്ന് സന്നിവേശിക്കുക, ഞങ്ങൾ തരുന്ന ബലി സ്വീകരിക്കുക.
അപ്പോൾ അങ്ങനെ അതിന് ജീവൻ കൊടുക്കുന്നത് ആ തുള്ളുന്ന ആളാണ്. അയാളുടെ ശരീരത്തിൻ്റെ സ്പന്ദനം അനുസരിച്ചാണ് ആ കോലം അരങ്ങത്താടുക. അതുപോലെ തന്നെ അതിന് ശബ്ദത്തിന് വേണ്ടി പാട്ടുണ്ടാവും, അതിന് ബീറ്റിംഗ് ഉണ്ടാവണം, താളം ഉണ്ടാവണം, എങ്കിലേ അതിൻ്റെ മിടിപ്പ് ശരിയാവുള്ളൂ. അപ്പോൾ ആ താളത്തിന് വേണ്ടി അതിന് വാദ്യം ഉപയോഗിക്കും, പടയണിയായിട്ട് തന്നെ വാദ്യം ഉപയോഗിക്കും. അങ്ങനെ ആ വാദ്യവും അതുപോലെ തന്നെ പാട്ടും ഈ തുള്ളക്കാരൻ്റെ ചലനങ്ങളും എല്ലാം കൂടെ ചേർത്ത് അതിനെ ജീവസുള്ളതാക്കിയിട്ട് അതിലേക്ക് ഈ ദേവതയെ വിളിച്ചു വരുത്തിയിട്ട് നമ്മളെ തന്നെ അല്ലെ ആ നാടിനെ തന്നെ അവർക്ക് സമർപ്പിച്ചിട്ട് പറയാണ്, നിങ്ങൾ ഈ ബലി ഏറ്റിട്ട് ഇവിടുന്ന് പോവുക. നമ്മുടെ ഇന്നത്തെ ആധുനിക സിദ്ധാന്തത്തിലൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് വേണ്ടാത്തതിനൊക്കെ നമ്മൾ ഇല്ലാതാക്കും, അല്ലെ തള്ളിക്കളയും, അല്ലെ അതിനെ നശിപ്പിച്ചു കളയും. പക്ഷേ നമ്മുടെ ഈ പാരമ്പര്യത്തിൽ കണ്ടിരിക്കുന്ന ഏറ്റവും വലിയൊരു പ്രത്യേകത, ഈ ലോകത്ത് നമുക്ക് നശിപ്പിക്കാനൊന്നുമില്ല, ഒന്നിനെ നമുക്ക് നശിപ്പിക്കാൻ പറ്റില്ല. പ്രകൃതി ഉണ്ടാക്കി വെച്ചതാണെങ്കിൽ അത് പ്രകൃതിയുടെ നിലനിൽപ്പിന് വേണ്ട. ആ നിലയ്ക്ക് ഈ പറയുന്ന ദേവതകൾ ദുർദേവതകളാണെങ്കിൽ പോലും അതിനെ ഇവിടെ നിലനിർത്തിയാൽ മതിയാവും. പ്രകൃതിക്ക് വഴങ്ങി ജീവിക്കാനുള്ളൊരു സന്ദേശമാണ് ഈ പടയണ കോലങ്ങളിലൂടെ എല്ലാം തന്നെ പറഞ്ഞത്. അപ്പോൾ അതിലിപ്പം ഈ പറഞ്ഞ പിശാചിൻ്റെ പൈശാചിക ബോധം കളയാനാണെങ്കിലും മറുതാക്കോലം വരുന്നത് രോഗങ്ങളെ അതിജീവിക്കാൻ വേണ്ടിയാണ്. അതുപോലെ കാലങ്കോലം വരുന്നത് മരണത്തെ അതിജീവിക്കാനാണ്. പക്ഷിക്കോലം പൊള്ളുബാധ ഉണ്ടാകാതിരിക്കാനാണ്. അതുപോലെ ആടുമാടുകൾക്കും മറ്റ് മൃഗാദികൾക്കും പക്ഷികൾക്കും ഒക്കെ സംരക്ഷണത്തിന് വേണ്ടി മാടൻ കോലം ഉണ്ടാകുന്നുണ്ട്, തുള്ളുന്നുണ്ട്. യക്ഷികളാണെങ്കിൽ ആദ്യകാല രക്ഷാദേവതകളായിട്ട്, അതായത് അമ്മദൈവ സങ്കല്പത്തിലെ ആദ്യ രൂപങ്ങളായിട്ട് ഇതിനെല്ലാം കണക്ക്. ഇതിൻ്റെ ഏറ്റവും വലിയ രസകരമായൊരു സംഭവം എന്ന് വെച്ചാൽ, ഇരുട്ടിൻ്റെ പിൻബലത്തിലാണ് ഈ പടയണി നടക്കുന്നത്, രാത്രിയിലാണ്. അപ്പം മുഴുവൻ അന്ധകാരത്തിൽ നിൽക്കുന്ന ഒരു പ്രദേശത്ത് അല്ലെങ്കിൽ ഒരു പടയണിക്കളത്തിൽ ചൂട്ട് കത്തിച്ച് തരുന്ന ഒരു വെളിച്ചം, ആ ചൂട്ടിൻ്റെ വെളിച്ചത്തിലേക്ക് ഈ കോലങ്ങളെ ആ സമൂഹം സന്നിവേശിപ്പിക്കുക. അവിടെ പിന്നെ വ്യക്തിയില്ല. ഇപ്പോൾ നാട്ടുകൂട്ടം മുഴുവൻ കൂടി ചേർന്നിട്ടായിരിക്കും അവർ കുരവിട്ടും അറപ്പ് വിളിച്ചും അല്ലെങ്കിൽ പാട്ടുപാടിയും ഒക്കെ ആയിരിക്കും ഈ സംഭവങ്ങളൊക്കെ അവിടെ അരങ്ങേറുന്നു. അവിടെ പക്ഷേ ഈ വ്യക്തികളൊന്നുമില്ല. ഈ ഇരുളിനകത്ത് വരുന്ന കോലങ്ങളും അതിൻ്റെ ചലനങ്ങളും മാത്രമേ കാണൂ. തിരുമുമ്പിൽ കൊണ്ടുവന്ന് കൊട്ടി പാടി തുള്ളി കഴിയുന്നതായിട്ടുള്ള ഈ കോലങ്ങൾ എല്ലാം അതായത് നമ്മളെല്ലാം തുള്ളി കഴിഞ്ഞ് കഴിയുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ എല്ലാ അല്ലികളും പാളകളും ഒക്കെ ഇളയിരിക്കും. എങ്കിൽ തന്നെ ഇവയൊന്നും തന്നെ നമ്മൾ നഷ്ടപ്പെടുത്തി കളയത്തില്ല. ഇത് എല്ലാം കൊണ്ടുവന്ന് ഒരു യഥാസ്ഥാനത്ത് ആൾക്കാർക്ക് കാണാൻ വേണ്ടിയിട്ട് വല്ല മരത്തിൽ കെട്ടിവെക്കും, അല്ലെങ്കിൽ അമ്പലത്തിൻ്റെ സൈഡുകളിൽ തന്നെ കെട്ടിവെക്കും. ഒരു എച്ചിലാകാത്ത സ്ഥലത്താണ് ഇവയെല്ലാം കൊണ്ട് കെട്ടിവെക്കുന്നത്. എല്ലാവർക്കും കാണത്തക്കോലം. ഇവിടെ ഇന്നൊരു പരിപാടി നടന്നെന്നുള്ളവരും അറിയണമല്ലോ. അപ്പോൾ അതിൻ്റെയൊക്കെ വൈകി വേണ്ടിയിട്ടാണ് ഇതുകൊണ്ട് പ്രദർശിപ്പിച്ച് വയ്ക്കുന്നത്. ഇവയൊന്നും എച്ചിലാക്കി കളയത്തിൽ. അതായത് പ്രകൃതിയിൽ നിന്നും നമുക്ക് ലഭിക്കുന്നതായിട്ടുള്ള ഈ വസ്തു പ്രകൃതിയിൽ തന്നെ ലയിച്ചു ചേരണം. അതാണ് അതിൻ്റെ ഒരു പ്രധാന ഘടകം. ഒരിക്കൽ തുള്ളിയെടുത്തതായിട്ടുള്ള കോലം അത് വീണ്ടും തുള്ളുന്നതായിട്ടുള്ള ഒരു രീതിയില്ല. മുൻപുണ്ടാക്കുന്നതായിട്ടുള്ള കോലങ്ങൾ ഇന്ന് തന്നെ അത് തുള്ളി തീർക്കുന്നു. അത് യഥാസ്ഥാനത്ത് അത് മാറ്റിവെക്കുന്നു. അത് നമ്മൾ വെളിയിലിട്ട് ചവിട്ടിപ്പറിച്ച് കളയുകയോ എച്ചിലിനകത്ത് കളയുകയോ ഒന്നും ചെയ്തില്ല. അതൊരു യഥാസ്ഥാനത്ത് അത് മാറ്റിവെക്കും. മിക്കവാറും നമ്മുടെ ക്ഷേത്രത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഈ കോലങ്ങൾ കൊണ്ട് കൂട്ടിവെക്കാനായിട്ടുള്ള ആൽത്തറയോ അങ്ങനെയുള്ള എന്തെങ്കിലും സംവിധാനമുണ്ട്. അവിടെ അത് സൂക്ഷിച്ച് വയ്ക്കും. അത് അവിടെ ഇരുന്നിട്ട് അത് ദ്രവിച്ച് അത് ഭൂമിയിലോട്ട് മണ്ണായി.